വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രൊമോയിൽ ശാലിനിയും ശാരദാമ്മയും സത്യയും പപ്പിയും കൂട്ടി ആ ഒരു കാവിലേക്ക് എത്തുന്നുണ്ട്. വിഷ്ണുവിന് ആ ഒരു ബലിച്ചടങ്ങ് നടത്താനുള്ള ആ ഒരു ഇതിനായിട്ട് തന്നെയാണ് ശിവനാണ് അവരെ കൊണ്ടുപോകുന്നതൊക്കെ. അതിനുശേഷം ആ ഒരു അമ്പലത്തിൻ്റെ ആ ഒരു കടവിൽ തിരുമേനിയും ആ ഒരു സഹായിയും കാണിക്കുന്നുണ്ട്. ബലിച്ചടങ്ങിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും അവിടെ ഇങ്ങനെ ആ പഠിക്കൽ ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുമുണ്ട്. അന്നേരം ശാലിനിയാണെങ്കിൽ ഇങ്ങനെ ആകെ വിഷമിച്ചൊന്നും മിണ്ടാതെ ശാരദാമ്മയുടെ കൂടെ തന്നെ നിൽക്കുന്നേ ഉള്ളൂ. ശാരദാമ്മയാണെങ്കിൽ തിരുമേനിയോട് പറയുന്നുണ്ട്, തിരുമേനി ഈ കുട്ടികളെ കൊണ്ടാണ് ബലിതർപ്പണം ചടങ്ങ് നടത്തേണ്ടത്, അതിന് അപാകതകളൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുകയാണ് ശാരദാമ്മ. അന്നേരമാണെങ്കിൽ തിരുമേനി പറയുന്നുണ്ട്, ബലിതർപ്പണം എന്ന് പറയുന്നത് അച്ഛനോടും ആ മാതാപിതാക്കളോടും പൂർവികരോടുമുള്ള ഒരു കടം വീട്ടലാണ്, ചടങ്ങ് തുടങ്ങാം എന്നിങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ അവിടെ കർമ്മങ്ങളൊക്കെ തിരുമേനി ചെയ്യുകയാണ്. ഇലയൊക്കെ വെച്ച് ആ ഒരു ചോറിങ്ങനെ ബലിപിണ്ടം ഇങ്ങനെ രണ്ടുപേരെ കൊണ്ടും ഇങ്ങനെ ഉരുട്ടി ആ ഒരു മന്ത്രങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് തിരുമേനി ആ കർമ്മം ചെയ്യിക്കുകയാണ്. അതിനുശേഷമാണെങ്കിൽ പിന്നെ പിണ്ടം ഇങ്ങനെ ഇലയിലേക്ക് വച്ചോളൂ എന്നിങ്ങനെ പറയുമ്പോൾ സത്യയും പപ്പിയാണെങ്കിൽ അതേ അവർ പറയുന്നത് പോലെ ചെയ്യുന്നുണ്ട്. കുട്ടികൾക്ക് അതെന്താണെന്നുള്ളത് അവിടെ മനസ്സിലാവുന്നില്ല. ഇതേസമയം ഈ ചടങ്ങ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ രേഷ്മയെ കാണിക്കുന്നുണ്ട്. രേഷ്മയുടെ വീട്ടിലാണെങ്കിൽ അവിടെ പിന്നെ വിഷ്ണുവിൻ്റെ ഫോട്ടോയാണെങ്കിൽ ഇങ്ങനെ മാലയൊക്കെ ഇട്ട് വച്ചിരിക്കുകയാണ്. നമ്മളൊരു മരിച്ച ആളിൻ്റെ ഫോട്ടോ ഇങ്ങനെ മാലയിട്ട് വച്ചിരിക്കുന്ന പോലെ നിലവിളക്കൊക്കെ കത്തിച്ച് മാലയിട്ട് വച്ചിട്ടുണ്ട്. എന്നിട്ടൊരു ചിതാഭസ്മമാണെന്ന് തോന്നുന്നു, ചുവന്ന പട്ടുകൊണ്ട് പൊതിഞ്ഞ ഒരു കുടമാണെങ്കിൽ രേഷ്മ ഇങ്ങനെ കയ്യിലെടുത്തിട്ട് ആ നിലവിളക്കിന് നേരെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്, വിഷ്ണുവിൻ്റെ ഫോട്ടോയ്ക്ക് നേരെ. എന്നിട്ട് രേഷ്മയുടെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. വിഷ്ണുവിൻ്റെ ഫോട്ടോ തന്നെയാണ് കാണിക്കുന്നത്. അതൊരു കറക്റ്റായിട്ട് കാണിക്കുന്നില്ല എങ്കിലും ആ ഒരു ചെറിയ സ്പേസിൽ കാണിക്കുന്നത് നമുക്ക് മനസ്സിലാവും, അത് വിഷ്ണുവിൻ്റെ ഫോട്ടോ തന്നെയാണ് കാണിക്കുന്നത്. രേഷ്മ ഇങ്ങനെ ആ ഒരു കുടവും വെച്ചുകൊണ്ട് ഇങ്ങനെ സങ്കടത്തോടെ ഫോട്ടോയിലേക്ക് നോക്കി നിൽക്കുന്ന സീനും കാണിക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ ഈ കുട്ടികളാണെങ്കിൽ ഈ പിണ്ടം ഇങ്ങനെ ഇലയിലേക്ക് സമർപ്പിച്ചോളൂ എന്ന് പറയുമ്പോൾ ഈ കുട്ടികളിങ്ങനെ അതിങ്ങനെ വയ്ക്കുന്ന ആ ഒരു ടൈമിൽ ശിവനാണെങ്കിൽ അവിടെ ഇങ്ങനെ ആ ഒരു പടവിൻ്റെ ആ മുകളിലേക്ക് വരുന്ന ആ ഒരു ടൈമിൽ ശിവന് പെട്ടെന്ന് ഇങ്ങനെ നെഞ്ച് നന്നായിട്ട് വേദനിക്കുന്നുണ്ട്. കൈ ഇങ്ങനെ അവിടുത്തെ ഇടത് വലത് നെഞ്ചിലേക്ക് ഇങ്ങനെ വയ്ക്കുന്നുണ്ട്. എന്നിട്ട് ശിവൻ പെട്ടെന്ന് അങ്ങ് മറിഞ്ഞ് വീഴുന്ന ആ ഒരു സീനുമാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തായാലും ഒരു വിഷ്ണു മരിച്ചു, വിഷ്ണുവിൻ്റെ ആ ഒരു ചിതാഭസ്മം കൊണ്ട് രേഷ്മ നിൽക്കുന്നു, അവിടെ ആ ഒരു ബോഡി അടക്കം ചെയ്തത് വിഷ്ണുവിൻ്റെ തന്നെയാണ് എന്നുള്ള സീനുകളിലേക്കാണ് ഇപ്പോൾ കൺക്ലൂഷനിലേക്ക് എത്തി നിൽക്കുന്നത്. അപ്പോൾ ഇനി എന്താകുമെന്നറിയില്ല. കഥയിൽ ട്വിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച പോലെ ഇനി വിഷ്ണു വരുമോ എന്നുള്ള ഒരു പ്രതീക്ഷ വേണമോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. ശനിയാഴ്ച മഹാ എപ്പിസോഡാണ്, അതിലെന്തായാലും കാണിക്കും വിഷ്ണു ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എന്തായാലും കാണിക്കും. ഇനി ബാക്കി 2 എപ്പിസോഡ് കൂടി കഴിയുമ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം, പ്രതീക്ഷ വേണോ വേണ്ടയോ എന്നുള്ളതൊക്കെ. പക്ഷേ ഈ ഒരു പ്രൊമോയിലൂടെ കാണിക്കുന്നത് വിഷ്ണു ഇനിയില്ല, വിഷ്ണു മരിച്ചു എന്നുള്ളതൊക്കെ തന്നെയാണ് കാണിക്കുന്നത്. പക്ഷേ മുൻപൊരു എപ്പിസോഡിൽ സത്യഭാമയുടെ വീട്ടിൽ ആ ഒരു വേറൊരാൾ കല്യാണം പറയാനായിട്ട് വന്നല്ലോ. അപ്പോൾ തലേ ദിവസം അവിടെ മധുരയിൽ ഹോസ്പിറ്റൽ ക്യാൻറ്റീനിൽ വെച്ച് അവർ വിഷ്ണുവിനെയും ഭാര്യയും കണ്ടു എന്നല്ലേ പറയുന്നത്. അപ്പോൾ അതിൻ്റെ അന്ന് ആ തലേ ദിവസം പക്ഷേ ശിവൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞതും കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വിഷ്ണു ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ എങ്ങനെ ഈ ഹാർട്ട് എങ്ങനെ മാറ്റിവെച്ചു എന്നുള്ളതൊന്നും കാണിക്കുന്നില്ല. അങ്ങനെ തന്നെയാണോ? പക്ഷേ ഒരു എപ്പിസോഡിലും പറഞ്ഞിട്ടില്ല വിഷ്ണുവിൻ്റെ ഹൃദയമാണ് ശിവന് വച്ചിരിക്കുന്നത് എന്നുള്ളതൊന്നും പറഞ്ഞിട്ടുമില്ല. ഇനി എങ്ങനെ വരും എന്നുള്ളതാണ്. പക്ഷേ രേഷ്മ ഇവിടെ ആ ഒരു സീൻ കാണിക്കുന്നത് കൊണ്ട് എന്താണെന്ന് നമുക്കറിയാനും വയ്യ. എന്തായാലും നമുക്ക് മഹാ എപ്പിസോഡ് കൂടി അറിയാം വിഷ്ണുവിൻ്റെ തിരിച്ചു വരുമോ ഇല്ലയോ എന്നുള്ളത്. നമുക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു.